ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒസ്താത്യോസ് തിരുമേനി എഴുതിയിട്ടുണ്ടായിരിക്കുന്ന പുസ്തകം വിശ്വാസദീപ്തിയുടെ യൂണിറ്റ് 2 കിഴക്കൻ സഭകൾ എന്നുള്ള ആ യൂണിറ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. ഈ യൂണിറ്റിനെ തിരുമേനി 6 ലെസണുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന തലക്കെട്ട് എന്ന് പറയുന്നത് എന്തുവാണ് കിഴക്കൻ സഭ, എങ്ങനെയാണ് അതിനകത്ത് ഡിവിഷൻസ് വന്നിട്ടുള്ളത്, സഭ എന്തുവാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ തക്കോണമാണ് തിരുമേനി ഈ ഒരു വേദഭാഗത്തെ അല്ലെങ്കിൽ ഈ ഒരു പഠനത്തെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് ഓർത്തഡോക്സിയും ഇത്തര സഭകളും എന്നുള്ള പാഠമാണ്. ലെസൺ നമ്പർ 1 തിരുമേനി പഠിപ്പിക്കുന്നത്. തിരുമേനി ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നത് കംപ്ലീറ്റ് എക്ലീസിയോളജിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻഡത്തിനകത്ത് എത്ര സഭകൾ ഉണ്ട്, ഇന്നത്തെ കാലഘട്ടത്ത് എത്ര സഭകളുണ്ട് എന്നാണ് തിരുമേനി ഇവിടെ പരാമർശിക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും ആദ്യം തിരുമേനി പഠിപ്പിക്കുന്നു 3 സഭകളാണ്, ദൈവശാസ്ത്രപരമായിട്ട് വ്യത്യസ്തതയുള്ള 3 സഭകളാണ് ഇന്ന് ലോകത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് റോമൻ കാത്തലിക് ചർച്ച്, 2 ദ ഓർത്തഡോക്സ് ചർച്ച്, ആൻഡ് 3 ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച്. റോമൻ കാത്തലിക് ചർച്ച് നമുക്കറിയാം. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ചർച്ച് എന്തുവാണെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഈസ്റ്റേൺ ചർച്ച് എന്തുവാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വേദ പഠനമാണ് തിരുമേനി ക്രമീകരിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. അത് റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് പിളർന്നു മാറിയിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് സഭാവിശ്വാസത്തിൽ വളർന്നു വന്നിട്ടുള്ള സഭയാണ് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് എന്തുവാണ് ഓർത്തഡോക്സി, എന്തുവാണ് ഓർത്തഡോക്സ് ആരാധന, എന്തുവാണ് ഓർത്തഡോക്സ് വിശ്വാസം, എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്നാണ് തിരുമേനി ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കാം ഓർത്തഡോക്സ് ചർച്ച്. അതിനകത്ത് there are two main types of Orthodox Church. Number 1 is the Oriental Orthodox Church, and number 2 is the Byzantine Orthodox Church. What exactly is the Oriental Orthodox Church? Oriental Orthodox Church is the church which accept 3 ecumenical councils. 3 കൗൺസിലുകൾ, സുനഹദോസുകൾ അംഗീകരിക്കുന്ന സഭയാണ് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച്. ബാക്കി എല്ലാ സഭകളും ഈ ആദ്യത്തെ 3 എക്യുമെനിക്കൽ കൗൺസിൽസ് അംഗീകരിക്കുന്നു. ദാറ്റ് ഇൻ നൈസിയ, ദാറ്റ് ഈസ് ഇൻ എഫെസസ് ആൻഡ് കോൺസ്റ്റന്റിനോപ്പിൾ എന്നുള്ള 3 എക്യുമെനിക്കൽ കൗൺസിൽസിനെ അംഗീകരിക്കുന്നതാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച്. ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചിനകത്ത് വരുന്ന ചർച്ചുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ജസ്റ്റ് കൊണ്ടുവരുന്നു. 7 സഭകളാണ് ഉണ്ടായിരിക്കുന്നത്. 1 അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച്, 2 അന്ത്യോക്യൻ ഓർത്തഡോക്സ് ചർച്ച്, കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച്, എറിട്രിയൻ ഓർത്തഡോക്സ് ചർച്ച്, ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, മലങ്കര ഓർത്തഡോക്സ് ചർച്ച്. അങ്ങനെ 7 ഇന്ന് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ ഡിവിഷൻ ഉണ്ടായിരിക്കുന്ന ബൈസന്റൈൻ ഓർത്തഡോക്സ് ചർച്ചുണ്ട്. ഇതുകൂടാതെ റോമൻ കാത്തലിക് ചർച്ച് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെയാണ് ഈ സഭകൾ തമ്മിലുണ്ടായിരിക്കുന്ന ആദ്യത്തെ പിളർപ്പ് വരുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ദ ഫസ്റ്റ് ഡിവിഷൻ within the church was caused by the controversy over the personality of the Christ. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടുണ്ടായിരിക്കുന്ന ഒരു കോൺട്രവേഴ്സിയെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അവിടെയാണ് ആദ്യം സ്പ്ലിറ്റ് വരുന്നത്. ഒരു ക്രിട്ടിക്കായിട്ട് പറയട്ടെ, മനുഷ്യൻ തൻ്റെ വിവേകം കൊണ്ട്, മനുഷ്യൻ തൻ്റെ ബുദ്ധിയും കൊണ്ട് ക്രിസ്തുവിനെ അളക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സഭയിൽ പിളർപ്പുകൾ ഉണ്ടായി. അന്ന് വരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ആരാധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ബുദ്ധി, വിവേകം. അതായത് when knowledge took over wisdom, there was separations and divisions in the church, and even today the same is happening എന്ന് മാത്രം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ചേർത്ത് പറയുന്നു. The Roman Catholic Church and the Byzantine Church accepted the Synod of Chalcedon in 451 AD, whereas the Oriental churches did not accept it. Chalcedon Synod, കാൽസിഡോണിയൻ സുനോദോസ് 451 കൂടി യേശുക്രിസ്തുവിൻ്റെ
ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുണ്ടായിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഓറിയന്റൽ ചർച്ച് അതിനെ അംഗീകരിക്കാതിരിക്കുകയും ബൈസന്റൈൻ ആൻഡ് അതുപോലെ റോമൻ കാത്തലിക് ചർച്ച് അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ മുതലാണ് പിളർപ്പുകൾ പിന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ദ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് ഓൺലി ആക്സെപ്റ്റ്സ് ദ ഫസ്റ്റ് 3 എക്യുമെനിക്കൽ കൗൺസിൽസ്. രണ്ടാമത്തെ പിളർപ്പ് വരുന്നത് 1054 അതായത് 1054 ബൈസന്റൈൻ ചർച്ചും റോമൻ കാത്തലിക് ചർച്ചും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു തർക്കം വരുന്നത്. ഇറ്റ് വാസ് റിഗാർഡിംഗ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുണ്ടായിരിക്കുന്ന ഒരു തർക്കം. ആ തർക്കം എന്താണെന്ന് ഞാനിവിടെ പരാമർശിക്കുന്നില്ല, ബിക്കോസ് ദാറ്റ് വിൽ അഗെയിൻ റേസ് ടു സം ഹെറിറ്റിക്കൽ ടീച്ചിങ്സ്, ബട്ട് ഇറ്റ് വാസ് സംതിങ് റിലേറ്റഡ് ടു the doctrine of or dogma related to Holy Spirit. അതിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന തർക്കം കാരണമാണ് 1054 the Byzantine Church and the Roman Catholic Church got split from each other. The Pope excommunicated the Patriarch of Constantinople and the Patriarch excommunicated the Pope. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പവർ എന്താണെന്ന് കാണിക്കാൻ തക്കവണ്ണം പോപ്പ് തൻ്റെ പവർ കാണിച്ചുകൊണ്ട് പേട്രിയാക്കിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പേട്രിയാക്ക് താനാണ് കൂടുതൽ പവർഫുൾ because he had the power over the royal see of Constantinople. So he showed his power, that he is more powerful in Christianity. That's why there again came a split എന്ന് പറയുന്നു. മൂന്നാമത്തെ പിളർപ്പ് എന്ന് പറയുന്നത് it came itself in the Roman Catholic Church. A group of church fathers, mainly Martin Luther, who was a Roman Catholic priest. He stood against the teachings and the ritualisms of the Roman Catholic Church or the entire Christendom. The faiths and dogmas are not important. The clergy and the priestly group are not important. The teachings of the fathers and saints are not important. Intercession to Saint Mary and veneration of the cross is not at all required. എന്നുള്ള ചില തർക്കങ്ങൾ വെച്ചുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ ഒരു പുതിയ നവീകരണ സഭയായിട്ട് വളർന്നു വരുന്നത്. അങ്ങനെയാണ് ക്രിസ്ത്യൻഡത്തിനകത്ത് 3 ചർച്ചുകൾ, 3 പിളർപ്പുകൾ കടന്നു വരുന്നത്. ഒന്ന് റോമൻ കാത്തലിക് ചർച്ച്, ഒന്ന് ഓർത്തഡോക്സ് ചർച്ച്, 3 ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച്. അത് കഴിഞ്ഞ് എന്തുവാണ് ഓർത്തഡോക്സി എന്നുള്ള കാര്യം തിരുമേനി ലെസൺ നമ്പർ 1 അവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. Orthodox is being taken from 2 words. One is ortho, the other one is doxa. Ortho means the right, the strong, and doxa means praise. Apam orthodoxy means the right way or the right way for praise and worship എന്നുള്ളതാണ് തിരുമേനി പഠിപ്പിക്കുന്നത്. There are certain characteristics of an orthodox church. നമ്മൾ വിശ്വസിക്കുന്ന ഓർത്തഡോക്സ് സഭ അതിൻ്റെ ചില മൂലമായിട്ടുണ്ടായിരിക്കുന്ന അടിസ്ഥാനങ്ങളുണ്ട്. അത് പരാമർശിച്ച് കമ്പിവാക്യങ്ങളിൽ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നമ്പർ 1, ബിലീഫ് ഇൻ ദ യൂണിറ്റി ഓഫ് ദ ഹോളി ട്രിനിറ്റി. ഏതൊരു ക്രിസ്തീയ സഭയും വിശ്വസിക്കുന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് യൂണിറ്റി ഓഫ് ദ ഹോളി ട്രിനിറ്റി എന്നുള്ളത്. 2, ഓർത്തഡോക്സ് ചർച്ച് ബിലീവ് ഇൻ ദ അപ്പോസ്തോലിക് സക്സഷൻ. ഒരു അപ്പോസ്തോലൻ അല്ലെങ്കിൽ അപ്പോസ്തോലനിലൂടെയാണ് പഠിപ്പീരിലൂടെയാണ് ഒരു സഭ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ഓർത്തഡോക്സ് വിശ്വാസവും മനസ്സിലാക്കലും. ഇൻറ്റർസെഷൻ ഓഫ് സെയിൻസ്, പരിശുദ്ധന്മാരോട് പ്രത്യേകമായിട്ടുണ്ടായിരിക്കുന്ന മധ്യസ്ഥത, അതുപോലെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥത, പരിശുദ്ധ സ്ലീബായെ ആരാധിക്കുന്ന ഒരു രീതി, പിന്നെ ഇൻകൾച്ചറേഷൻ ഓഫ് ലിറ്റർജി. ആരാധന ഏത് നാട്ടിലും ഏത് സംസ്കാരത്തിലും വളരുന്നു, അതിൻ്റെ ഒരു പൈതൃകം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, എത്തിക്സ് മനസ്സിലാക്കി മാത്രമേ ഒരു ഓർത്തഡോക്സ് ചർച്ചിന് ആരാധന ക്രമീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരാധനയ്ക്കകത്തും പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന മണികൾ, അതുപോലെ പൊലിയ വിളക്കുകൾ, അതുപോലെ കല്യാണ വിവാഹ ശുശ്രൂഷയ്ക്കകത്ത് ഉപയോഗിക്കുന്ന മിന്നുകെട്ട്, ഇതൊക്കെ ഒരു ഇൻകൾച്ചറേഷൻ്റെ ഭാഗമാണ്. പണ്ടുണ്ടായിരിക്കുന്ന ദേവാലയങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെല്ലാം ഒരു അമ്പലത്തിൻ്റെ ചായം ഉണ്ടായിരിക്കുന്നു, ഹൈറ്റ് കുറഞ്ഞിട്ട്, അത് ഒരു അമ്പലത്തിൻ്റെ ഒരു രീതിയിലാണ്. അതുപോലെ ഒരു ഇൻകൾച്ചേർഡ് ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു ചർച്ചാണ് ഓർത്തഡോക്സ് ചർച്ച്. ഇറ്റ് ഈസ് ഓൾവേസ് സെൽഫ് എക്സിസ്റ്റന്റ് ആൻഡ് സെൽഫ് ഗവേണിംഗ്. ദാറ്റ് ഈസ് നോ ഫോറിൻ റൂൾ ക്യാൻ ടേക്ക് ഓവർ ആൻ ഓർത്തഡോക്സ് ചർച്ച് എന്നുള്ളതാണ് അതിൻ്റെ വൺ ഓഫ് ദ ബേസിക് ആയിട്ടുണ്ടായിരിക്കുന്ന ഐഡൻറ്റിറ്റി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓട്ടോണോമസ് ആൻഡ് ഇറ്റ് ഈസ് ഓട്ടോസിഫാൽസ്.
These are technical words. I am not going into details. You may please try to understand what these technical words are. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമേ പറഞ്ഞു ലെസൺ നമ്പർ 2-നകത്ത് ഈ പറയുന്ന പോലെ കാൽസിഡോണിയൻ സിനഡിനെ കുറിച്ച് കൗൺസിലിൻ്റെ ഉണ്ടായിരിക്കുന്ന തർക്കത്തെക്കുറിച്ച് തിരുമേനി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും തമ്മിലുണ്ടായിരിക്കുന്ന തർക്കം അവിടെ വളർന്നു വരുന്നു. അങ്ങനെയാണ് റോമൻ കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും തമ്മിലുണ്ടായിരിക്കുന്ന ആദ്യത്തെ ഒരു വിതർക്കം എന്ന് പറയുന്നത്. ലെസൺ നമ്പർ 3-കകത്ത് ബാക്കി ഉണ്ടായിരുന്ന സിനഡുകളെ കുറിച്ചാണ് തിരുമേനി അവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ മനസ്സിലാക്കി there were 3 ecumenical councils. Apart from that, 4 other councils were summoned. That was the second council of Chalcedon, that was in 451, the second council of Constantinople in 553, the third council of Constantinople in 681, and the second council of Nicaea, that was in 787. The Oriental Orthodox Church do not recognize these 4 or any other councils after the first 3 ecumenical councils. ആദ്യത്തെ 3 കൗൺസിലുകളല്ലാതെ ബാക്കി ഒരു കൗൺസിലിനെയും ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇതിന് ശേഷം റോമൻ കാത്തലിക് ചർച്ചിന് പിന്നെയും ഒത്തിരി കൗൺസിൽസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഓൾ ടോട്ടലായിട്ട് 21 കൗൺസിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് the Oriental Orthodox Church, they take over the 3 ecumenical councils. The Byzantine churches, they believe in the 7 councils, and the Roman Catholic Church, they take over as 21 councils. എന്നാണ് തിരുമേനി ലെസൺ നമ്പർ 3-കകത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. The split between the East and the West, ഈസ്റ്റേൺ ചർച്ചും വെസ്റ്റേൺ ചർച്ചും അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് റോമൻ കാത്തലിക് ചർച്ചും തമ്മിലുണ്ടായിരിക്കുന്ന സ്പ്ലിറ്റിനെയാണ് തിരുമേനി ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ലെസൺ നമ്പർ 4-നകത്ത് പ്രത്യേകം 1054 ആയപ്പോഴത്തേനും ഒരു പാപ്പസി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഒരു ഇസ്ലാമിക് ഇൻവേഷൻ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ വേൾഡിൽ ശക്തമായിട്ട് വന്നു. So there was a decline in the power of the Eastern Church, and there was a rise of power in the Western area എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധേയമായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. അപ്പം അങ്ങനെ ആ കാലം വരുമ്പോഴാണ് 1054-നകത്ത് പോപ്പ് ലിയോ അദ്ദേഹം ഈ പോപ്പ് ലിയോ 9 ഒരു കൗൺസിൽ കൂടുകയും അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി പ്രകടനമായിട്ടാണ് ഇവിടെ കൊണ്ടുവരികയും ചെയ്യുന്നത്. ബൈസന്റൈൻ ചർച്ചിനെ ലാറ്റിനൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു, അതിൽ പരാജയപ്പെട്ടു. ആൻഡ് ദ പേട്രിയാർക്ക് അറ്റ് ദാറ്റ് ടൈം വാസ് എ സ്ട്രോങ് ക്യാരക്ടർ. ഹി വാസ് ഒരു ജനകീയനായിരിക്കുന്ന വ്യക്തിയായിരുന്നു. അന്നത്തെ പാത്രിയർക്കീസ് എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ സിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. So both of them excommunicated each other. No one was ready to accept the other എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ. ലെസൺ നമ്പർ 5, both the Oriental Church and the Byzantine churches are known as the Eastern churches. അവരെ കിഴക്കൻ സഭ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Similarities between the the Oriental Orthodox Church and Byzantine Orthodox Church. Both the Orthodox churches are self-governed identity and offered, അതായത് സ്വയം ഭരണാധിതമായിരിക്കുന്ന ഒരു സഭയാണ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തേത്